excited? Then make some noise. Show me some love. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രം മാറ്റിക്കുറിക്കാൻ ദൈവം ഭൂമിയിൽ ഇറക്കിയ ഓരോ ആളുകളുടെ മുന്നിൽ നിൽക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. A very special thanks to our beloved chairman, our visionary chairman, Ansar sir and Juhi ma'am. ഇത്രയും മനോഹരമായ ഒരു അവസരം സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുതരാൻ ദൈവം നിയോഗിക്കപ്പെട്ട ഒരു ഫാമിലിയാണ് നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഇത്രയും വലിയൊരു സ്റ്റേജും കേരളത്തിലെ ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ 21 വർഷം ആളുകൾ ചെയ്തിട്ടു ഗ്രാൻഡ് ഹയാത്ത് കൊച്ചിന്റെ ഇനാഗുറേഷൻ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിക്ക് ചെയ്യാൻ സാധിച്ചത് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരു ബ്രെയിൻ ഉണ്ടാവും. ആ ബ്രെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നമ്മളുടെ റെസ്പെക്റ്റഡ് മൾട്ടി ടാലന്റഡ് ജീനിയസ് അവർ സിഇഒ മിസ്റ്റർ അഭിലാഷ് തോമസിന് നല്ലൊരു കയ്യടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഒരുപാട് പേരുടെ പേരെടുത്തു പറയാൻ പറ്റാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും എന്റെ വിവ മാനേജ്മെന്റിന്റെ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരോടും ഒരു സാധാരണക്കാരന്റെ ജീവിതം മാറ്റിമറിച്ച് ഇത്രയും വലിയൊരു സ്റ്റേജ് എന്നെ പോലത്തെ ഒരു സാധാരണക്കാരന് കയറി നിൽക്കാൻ സാധിച്ചത് ഈ ഒരു കോർപ്പറേറ്റ് ടീമിന്റെ കഴിവും മിടുക്കും തന്നെയാണ്. തീർച്ചയായിട്ടും വിവ കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ ഓരോ ആളുകളോടും എന്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ പറയുന്നു. ഇന്ന് കൊച്ചിയിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഒത്തിരി ദൂരെ ആളുകൾ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഒരുപാട് ദൂരെ വിവ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനും ഇന്ന് കേരളത്തിന്റെ ഈ ക്ഷണം സ്വീകരിച്ചു വന്ന ഓരോ ആളുകളോട് ഞാൻ എന്റെ നന്ദി പറയുന്നു ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. അതോടൊപ്പം തന്നെ 6 വർഷം മുന്നേ ഈ ബിസിനസ് ആദ്യമായി 2013 ഡിസംബർ 26-ാം തീയതി പ്ലാൻ കേൾക്കുമ്പോൾ അഭിലാഷ് എന്നോട് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് പ്രാബല്യത്തിലായി സ്റ്റേജിന്റെ മുന്നിൽ നിന്ന് വാച്ച് ചെയ്യുമ്പോൾ കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഞാൻ വണ്ടറായിരിക്കുകയാണ്. ബിഗിനിങ് സ്റ്റേജിൽ കേരളത്തിലെ അവസ്ഥ വളരെ മോശമായി ഇരുന്ന സമയത്ത് എന്റെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായി പോയത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് ഈ ഹോളിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മേടയിൽ നിന്ന് ഞാൻ சொல்ற ഒരേ ഒരു പോയിന്റ്, എന്നെ வாழ வைக்கும் தெய்வங்கள் என் தமிழ்நாடு மக்கள். நீங்க தான் என் சொத்து. 6 வருஷத்துக்கு முன்னாடி நீங்க தான் என்ன நம்பியது. அதுக்கப்புறம் இவ்வளவு பெரிய பின்னி இவ்வளவு பெரிய அச்சீவ்மெண்ட் எல்லாம் வந்ததுக்கு அப்புறம் தான் இந்த உலகம் என்ன நம்பியது. ஆனா இன்னைக்கு நான் சொல்றேன், நீங்க தான் எனக்கு சொத்து. எங்க போனாலும் இன்னைக்கு எந்த ஊர்ல போனாலும் அந்த நன்றி எனக்கு என்னைக்குமே இருக்கும். ஏன்னா 2 கை தூக்கி நான் வந்தது அந்த இடத்துல இருந்து தான். அந்த இடத்துக்கு அந்த கோயம்புத்தூருக்கு இன்னைக்கு இந்த பெஸ்ட் விஓபிக்கு அவார்டு கிடைச்சதுல எனக்கு ரொம்ப சந்தோஷம். தேங்க்யூ வெரி மச். താങ്ക്സ് എ ലോട്ട്. സോ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ ബിഗിനിങ് സ്റ്റേജിലെ വളർച്ചയിൽ കഴിഞ്ഞ 6 വർഷം ഈ ബിസിനസ്സിലൂടെ ചെയ്യാൻ സാധിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. ഒരു സാധാരണ വില്ലേജിൽ വളർന്ന്, സാധാരണ വില്ലേജിൽ ജനിച്ചു വളർന്ന് ജീവിതത്തിൽ ഒരു 30,000 രൂപ ഇല്ലെങ്കിൽ ഒരു 40,000 രൂപ വരുമാനം മേടിക്കാമെന്നുള്ളൊരു സ്വപ്നത്തിൽ വളർന്ന സാധാരണക്കാരനായ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന് മലപ്പുറം ജില്ലയിലെ എടക്കര എന്ന് പറയുന്ന നമ്മുടെ പിള്ളേരാണ് വേറെ ലെവൽ. മലപ്പുറം ജില്ലയിലെ എടക്കര എന്ന് പറയുന്ന ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നിന്ന് ഒരു സാധാരണക്കാരുടെ സ്വപ്നങ്ങളിൽ നിന്ന് 6 വർഷം വർക്ക് ചെയ്തപ്പോഴേക്കും ഈ സ്റ്റേജിൽ നിന്ന് 6,75,00,000 രൂപ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരായിട്ട് പറയുന്നു, ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ 21 വർഷത്തെ ചരിത്രങ്ങളെല്ലാം മാറ്റിക്കുറിക്കാൻ ഈ ഒരു കമ്പനിക്ക് മാത്രമേ സാധിക്കൂ. ഇന്ന് ഒരുപക്ഷെ ആളുകൾ നോക്കിയിരിക്കുന്നുണ്ടാവും, ഇവിടെ എക്സിക്യൂട്ടീവ് ഡയമണ്ട്സ് എല്ലാവരും കൂടി വന്നിരിക്കുന്ന ഒരു ചെക്ക് പിടിക്കുന്ന സമയം ഒത്തിരി ആളുകൾ ആ സമയത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോയിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു സ്റ്റേജ് മാത്രം ഈ ലോകത്തിനോട് നിങ്ങൾക്ക് പറയാൻ പറ്റും, കഴിഞ്ഞ 6 വർഷം
വർഷം കൊണ്ട് ഈ സ്റ്റേജ് കയറി നിന്ന് സാധാരണക്കാർ പിടിച്ചത് ഏകദേശം 200 കോടിയിലധികം വരുമാനമാണ്. ആ ടോട്ടൽ എക്സിക്യൂട്ടീവ് ഡയമണ്ട് അവരൊറ്റ ഫോട്ടോ മതി കഴിഞ്ഞ 21 ഇയേഴ്സ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ചരിത്രങ്ങളെല്ലാം മാറ്റി കുറിക്കാനുള്ളത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഹാളിന്റെ ഉള്ളിൽ ഒത്തിരി ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്, സാധാരണക്കാരിരിക്കുന്നുണ്ട്. ഇവിടെ രഘുപതി നാഗേഷ് റാവു പറഞ്ഞു, 35 വർഷം എന്റെ അച്ഛൻ സമ്പാദിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് കഴിഞ്ഞ ഈ ഷോർട്ട് പീരീഡിന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു. ഒരൊറ്റ കാര്യം നിങ്ങൾ നോക്കുക, ഈ ഹാള് വിട്ടു പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ചിന്തിക്കണം. ജീവിതത്തിൽ വിജയിക്കാൻ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെയുള്ള ആളുകൾക്കുള്ളത്? ഈ ഹാളിൽ ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്. വരുന്ന 5 വർഷം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും ജീവിതത്തിൽ ഒരു മെർസിഡീസ് ബെൻസോ, ഒരു 5000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു കാറോ, ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതമോ, ഇല്ലെങ്കിൽ ഒത്തിരി ബ്ലാക്ക് ഡയമണ്ട്സ് ഇപ്പൊ കാണിച്ചു തന്ന അവരുടെ ഡയമണ്ട് റിംഗ്, സാധാരണക്കാരൻ പോയി ജോയ് ആലുക്കാസിൽ പോയി ആര് മേടിക്കും ഈ സാധനം? ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ലൈഫിൽ ഒരു ചേഞ്ച് ചെയ്യാൻ ലോകത്ത് വേറെ എന്തോ ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഒരു കാർഷിക മേഖലയായിരുന്ന ഒരു രാജ്യമായിരുന്നു. കർഷകർക്ക് ഒരുപാട് സാധ്യതകളുള്ളതായിരുന്നു. ഇന്നത്തെ കാർഷിക മേഖല എവിടെ? സമ്പാദിക്കാൻ എന്തോ ഓപ്പർച്യൂണിറ്റി കർഷകര്. ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജോബിൽ പോയി ജീവിതത്തിൽ കോടീശ്വരനാവാൻ വേറെ എന്തോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി ഈ ഒരു പ്രോഗ്രാം കണ്ട് എക്സൈറ്റഡ് ആയി വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പാടില്ല. ചിന്തിക്കണം, വരുന്ന 5 വർഷം കൊണ്ട് കർഷക മേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സാധാരണക്കാരന് സാധിക്കില്ല. ജോലിക്ക് പോയി ഒരു സാധാരണക്കാരന് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. ഗൾഫിലേക്ക് പോയി ഒരുപാട് സ്വപ്നങ്ങൾ നിറവേറ്റിയിരുന്ന ഒത്തിരി മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇന്ന് ഗൾഫിലെ ആളുകൾ ഓരോ മാസത്തിലും തിരിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. രാവിലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾ വൈകുന്നേരം വരെ നിന്നാൽ നിങ്ങൾക്കറിയാം, പ്രതീക്ഷയില്ലാതെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടുത്തെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റ് വേൾഡിൽ പോയി കഴിഞ്ഞാലും ഇന്ന് അവസരമില്ല. വേറെ എവിടെ പോയി സമ്പാദിക്കാൻ പറ്റും? ഒരു കാലഘട്ടങ്ങളിൽ ഇൻഷുറൻസ് മേഖലയിൽ ഒത്തിരി പേർക്ക് ജോലി കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ആ സെഗ്മെന്റ്സ് എല്ലാം വെട്ടിക്കുറച്ച് ഇൻഷുറൻസ് മേഖലയിൽ സാധ്യതയില്ല. ടെലികോം ഇൻഡസ്ട്രി നിങ്ങൾ നോക്കൂ, ടെലികോം ഇൻഡസ്ട്രിയിലെ ഓരോ കമ്പനികളും ക്ലോസ് ചെയ്ത് ഇന്ന് ഇന്ത്യയിൽ ആകെ 3 കമ്പനിയായി മാറിക്കഴിഞ്ഞു. വേറെ എവിടെ പോയി സമ്പാദിക്കാൻ പറ്റും? ലോകത്ത് ഒരു സാധാരണക്കാരന് കോടീശ്വരനാവാൻ ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലാതെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തും ലോകത്തും വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. വരുന്ന 3 വർഷം കൊണ്ട് ഇവിടെ എത്രയോ ആളുകൾ കയറി പറഞ്ഞു, 3 വർഷം 2 മാസം കൊണ്ട് ഞാൻ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ ആയി എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും വരുന്ന 4 വർഷം കഴിഞ്ഞ് ഇൻഡസ്വാ കമ്പനിയുടെ 500ാം വീക്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ, നിങ്ങളും ഒരു പക്ഷേ ഇന്ന് ഇതേപോലത്തെ ഒരു റിംഗ് മേടിച്ച് 5 കോടിയും 10 കോടിയും സാധാരണക്കാരന് മേടിക്കാൻ ഈ ലോകത്തെ ഒരേ ഒരു അവസരമാണ് ഇൻഡസ്വാ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വേറെ ഒരു മേഖലയിലും സാധിക്കില്ല. ഒരു പക്ഷേ ഇന്ന് ബാക്ക് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടാവും, എന്റെ അവസരം ആ സ്റ്റേജിന്റെ മുന്നിലേക്ക് കയറി വരാനുള്ള ഒരു അവസരം എനിക്കില്ലല്ലോ. ഡോണ്ട് വറി. ഇതേപോലെ പല ലീഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. 2016 ടൗൺ ഹാളിന്റെ ഉള്ളിലേക്ക് കാല് വെക്കാൻ പറ്റാത്ത ആളുകൾ ഇന്ന് 1.5 കോടി മേടിച്ച് ഈ സ്റ്റേജിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. സ്റ്റാർ 250 ആവാത്തത് കൊണ്ട് ടൗൺ ഹാളിലേക്ക് കയറാൻ പറ്റാതെ വാശിപ്പുറത്ത് ഈ ബിസിനസ് ചെയ്ത് ഇന്ന് 1.5 കോടി മേടിച്ച ആളുകൾ ഇതിന്റെ ഫ്രണ്ട് റോയിലുണ്ട്. ഉള്ളിൽ ആർജവും ഉള്ളിൽ കഠിനാധ്വാനവും ആർജവും ഉണ്ടെങ്കിൽ കുഴിച്ചു മൂടപ്പെട്ടവര് വിത്തുകളായി മാറും. അവഗണിക്കപ്പെട്ട ആളുകളെ ഒരു കാലം കഴിഞ്ഞാൽ ഇതിഹാസം രചിച്ച ഒത്തിരി മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാറ്റി നിർത്തിയ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ രചിക്കുന്നത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കയറി വരുമ്പോൾ 2014 ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ ആവും എന്നുള്ളത് എന്റെ പേര് പോലും ഒരാൾക്കറിയില്ല. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ അത്ര ഫെയിം അല്ല. ആളുകൾ പ്രെഡിക്റ്റ് ചെയ്തത് വേറെ ആളായിരുന്നു. പക്ഷേ അന്ന് മുതലാണ് എന്റെ പേര് ആളുകൾ കേട്ടു തുടങ്ങിയത്. ഇതേപോലെ ഞാൻ പറയുന്നു, ഇന്ന് ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇന്നൊരു ഡിസിഷൻ എടുത്താൽ ഈ കമ്പനിയുടെ 10th ഇയർ സെലിബ്രേഷൻ, 500 വീക്ക് സെലിബ്രേഷൻ, ഈ സ്റ്റേജിൽ കയറി വന്ന് നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് കയറി വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മാത്രമല്ല, ഈ ഒരു ബിസിനസ് നെഞ്ചി കയറ്റി ബിസിനസ് നിങ്ങൾ 3 വർഷത്തേക്ക് ചെയ്യുകയാണെങ്കിൽ ലോകത്ത് രക്ഷപ്പെടാൻ ഈ ബിസിനസ് അല്ലാതെ വേറെ ഒന്നും ഇല്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, വേറെ ആരൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇൻഡസ്ട്രിയെ പോലെ വേറൊരു കമ്പനിക്ക് ഇന്ത്യൻ മാർക്കറ്റിലും വേൾഡിലും ചെയ്യാൻ സാധ്യതകളുമില്ല. ഇത്രയുമാണ് മുന്നിൽ
നിർത്തി ഞാൻ പറയുന്നു, ഇത്രയും സ്റ്റേജിൽ ഇത്രയും വലിയ ക്രൗഡിന്റെ മുന്നിൽ ഒരുപാട് പേര് ലൈവ് പോകുന്നുണ്ട്, ഒത്തിരി പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റേജ്. ഞാൻ പറയുന്നു, വിവ ബിസിനസ് പോലെ, ഇൻഡസ് വേണ മാനേജ്മെന്റ് പോലെ, റെസ്പെക്ടഡ് ചെയർമാൻ CA അൻസാർ സാറിനെ പോലെ ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു ചെയർമാൻ ഉണ്ടോന്നില്ല, നിങ്ങൾ ആദ്യം തിരിഞ്ഞൊന്ന് നോക്കണം. ഇവിടെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങി 15,000 രൂപയ്ക്ക് റൂമും എടുത്ത് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും 20,000 റുപ്പീസിന്റെ റെന്റഡ് റൂം എടുത്ത് വരുന്ന 5 വർഷം കൊണ്ട് കമ്പനി സക്സസ്ഫുൾ ആയതിനു ശേഷം എനിക്ക് സ്വന്തമായിട്ട് ഒരു MCAS മേടിക്കണം എന്ന് പറയുന്ന ചെയർമാൻമാരിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ആ മനുഷ്യൻ രാവിലെ കൊച്ചിയിൽ വന്നിറങ്ങിയ സ്ലൈഡ് നിങ്ങൾ കണ്ടു. സഞ്ജയ് രാമസ്വാമി വന്ന് ഇറങ്ങിയ പോലെയാണ് പുള്ളിക്കാരൻ വന്നത്. ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് വന്നത്. ആനയിക്കാൻ ലക്ഷറി കാറുകൾ റെന്റിനെടുത്തതല്ല, 3 വർഷം മുന്നേ സാധാരണ ചെറുപ്പക്കാർ കയറി വന്ന് സമ്പാദിച്ച് ആത്മാർത്ഥമായി പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. റെന്റഡ് കാറല്ല, ഇതിലൂടെ സമ്പാദിച്ച കുട്ടികളാണ്. ഇങ്ങനത്തെ ഒരു മാനേജ്മെന്റ്, ഇങ്ങനത്തെ കാഴ്ചപ്പാടുള്ള ഒരു ചെയർമാൻ, 20 വർഷത്തെ എക്സ്പീരിയൻസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നോക്കണം. ശരിക്കും എന്റെ മുഖം ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞ ഈ ലോകത്തിനോട് ഞാൻ പറയാണ്, 21 വർഷത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ അഭിലാഷ് തോമസിന്റെ ബ്രെയിൻ പോലത്തെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനത്തെ CEO ഇരിക്കുന്ന കമ്പനി 6 വർഷം കൊണ്ട് ഇന്ന് ഈ സ്റ്റേജിൽ വന്ന് ഓരോ ആളുകളും കൊടി പിടിച്ചു കയറി. അവർ വന്നത് കോയമ്പത്തൂരിൽ നിന്നും കർണാടകയിൽ നിന്നും പുറത്തുള്ള നോർത്ത് ഇന്ത്യയിൽ നിന്നല്ല, ഓരോ രാജ്യത്തിലേക്ക് 6 വർഷം കൊണ്ട് ഈ കമ്പനിയെ എത്തിക്കാനുള്ള തലച്ചോറുള്ള ബ്രില്യൻ ബ്രെയിനുള്ള ഒരു പറ്റം ആളുകൾ ഒരുമിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ കയറി നിങ്ങൾക്ക് കഴിവുണ്ടായാലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് ലാംഗ്വേജ് പറയാൻ കഴിവില്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ സ്റ്റേജിൽ കയറി വന്നു നിന്നാൽ നിങ്ങളും കോടീശ്വരനാവും. അങ്ങനത്തെ ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്നത്. ഞാൻ കുറച്ചു മുന്നേ ഇവിടെ ഒരു ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ, പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ആളുകൾ വാച്ച് ചെയ്യുന്നു. അവർ കേൾക്കാൻ വേണ്ടി ഒരു വാർത്ത കൂടി ഞാൻ പറയാണ്. വരുന്ന 4 വർഷം കൊണ്ട് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന 1000 ഡയമണ്ട്സ് എന്ന് പറയുന്ന വിഷനുമായിട്ട് പോകുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ ചരിത്രങ്ങളും മാറ്റിക്കുറിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ 1000 ഡയമണ്ട്സിനെ വെച്ച് നടത്താൻ പോകുന്ന ഒരു പ്രോഗ്രാം ചെയർമാന്റെ ഡ്രീം ആയിട്ടുള്ള, അതിന്റെ ഭാഗമായി ഇവിടെ എല്ലാവരും 24/7 വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു, ഇന്ന് വെറുതെ സമയം കളഞ്ഞ് അതിനുശേഷം 1000 ബ്ലാക്ക് ഡയമണ്ട്സ് വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാളും നല്ലത് ഈ ലോകത്തിലെ ആളുകൾക്ക് ഇപ്പൊ ഈ വിവാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പല ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആപ്പിളിന്റെ ഓണർ സ്റ്റീവ് ജോബ്സ് കൊക്കക്കോളയുടെ സിഇഒയോട് ഒരു ഡയലോഗ് പറഞ്ഞൊരു ചരിത്രമുണ്ട് ഈ ലോകത്ത്. പുള്ളിക്കാരൻ ആദ്യമായി കൊക്കക്കോളയുടെ സിഇഒനോട് പറഞ്ഞൊരു ഡയലോഗാണ്, സാധാരണ പച്ചവെള്ളത്തിൽ പഞ്ചസാര കലക്കി ലോകത്തിന് മുഴുവൻ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നിങ്ങളുടെ ജീവിതം, അതോ ലോകത്തിന്റെ മൊത്തം മുഖച്ഛായ മാറ്റിക്കുറിക്കാൻ പോകുന്ന ആപ്പിൾ എന്ന് പറയുന്ന റെവല്യൂഷണറി പ്രോഡക്റ്റ് വിൽക്കാനാണോ നിങ്ങളുടെ നിയോഗം എന്ന് പറഞ്ഞപ്പോ കൊക്കക്കോളയുടെ സിഇഒ റിസൈൻ ചെയ്ത് ഫുൾ ടൈമായി ആപ്പിളിലേക്ക് കയറിയതാണ്. അതേപോലെ സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടാത്ത സാധാരണ പ്രോഡക്റ്റ്, പേസ്റ്റും ബ്രഷും കൺമഷിയും സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റ് മേടിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ വിറ്റ് ആഴ്ചയിൽ 500-750 രൂപ മേടിക്കുന്ന സാധാരണ നെറ്റ്വർക്കർ ആണോ, അതോ ഒരു മനുഷ്യന്റെ കയ്യിൽ കിട്ടാത്ത മൊണോപ്പൊളി പ്രോഡക്ട്സ് എടുത്ത് ഈ ലോകത്തിന്റെ ചരിത്രം മാറ്റിക്കുറിക്കാൻ പോകുന്ന റെവല്യൂഷണറി പ്രോഡക്റ്റ് ഉള്ള ഇന്ത്യൻ ലെഗസി കമ്പനി വിവയുടെ പാട്ടാവുള്ളൂ എന്നുള്ളത് ഡിസിഷൻ ഇന്നെടുക്കണം. എടുത്തതിന് ശേഷം ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരണം. ഒരൊറ്റ കാര്യം കൂടി പറയുന്നു, CA അൻസാർ കുട്ടികളും ഇവിടെ വന്നിരിക്കുന്നത് 5 വർഷം കൊണ്ട് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിലും സാധാരണ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നല്ല. CA അൻസാർ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത് ലോകത്തിന്റെ ചരിത്രം മാറ്റിക്കുറിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അതിന്റെ പാട്ടാവണം. അതിന്റെ പാട്ടായിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ വരുന്ന 3 വർഷം കൊണ്ട് ബ്ലാക്ക് ഡയമണ്ട് അംബാസഡറായിട്ട് ഈ സ്റ്റേജിലേക്ക് വരണം. I wish you all the best and see you at the top. Imagine our